നടക്കുന്ന പത്തനാപുരം മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പൊന്നാപുരം കോട്ടയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പത്തനാപുരം. പക്ഷെ കഴിഞ്ഞ തവണ ഒരു വലിയ ലീഡിലേക്ക് നമ്മൾ പോകുന്നില്ല, അദ്ദേഹം വലിയ ലീഡിലേക്ക് പോയില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ തവണത്തെ നേർ പകർപ്പ് എന്ന പോലെയുള്ള ഒരു മത്സരമാണ്. കെ ബി ഗണേഷ് കുമാറും ജ്യോതികുമാർ ചാമക്കാലയും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് പത്തനാപുരം. അവിടെ കഴിഞ്ഞ തവണ ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെ കെ ബി ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷം 14,336 വോട്ടുകളായിരുന്നു. ഏതാണ്ട് ആധികാരികമെന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ന്യായമായ ഭൂരിപക്ഷമാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷം അവിടെ തമ്പടിച്ചുകൊണ്ട് ജ്യോതികുമാർ ചാമക്കാല പ്രവർത്തിക്കുന്നു. വീട് വീടാന്തരം കയറിയിറങ്ങുന്നു. മണ്ഡലത്തിന്റെ മുക്കും മൂലയും ഇളക്കി മറിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷം അവിടെ പ്രവർത്തിച്ച ജ്യോതികുമാർ ചാമക്കാലയും ചാമക്കാലയുടെ ക്യാമ്പും വലിയ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ്. എങ്കിലും മണ്ഡലം പത്തനാപുരവും ആയതുകൊണ്ടും ആള് ഗണേഷ് കുമാർ ആയതുകൊണ്ടും നമ്മള് ഈ വലിയ പോരാട്ടത്തിൽ ചെറിയ ഒരു എഡ്ജ് കെ ബി ഗണേഷ് കുമാറിന് അനുകൂലമായി നൽകുകയാണ്. ഇത്തവണയും നേരിയ വ്യത്യാസത്തിലെങ്കിലും ജ്യോതികുമാർ ചാമക്കാലയെ മറികടന്നുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തും എന്ന് ഉള്ള സൂചന പത്തനാപുരം നൽകുന്നു. അവിടെ അനിൽകുമാറാണ് 2020യുടെ സീറ്റാണ്. NDAക്ക് വേണ്ടി അനിൽകുമാറാണ് മത്സരിക്കുന്നത്. അങ്ങനെ പത്തനാപുരം കെ ബി ഗണേഷ് കുമാറിന് അനുകൂലമായി നേരിയ ഒരു എഡ്ജിൽ നിൽക്കുമ്പോൾ പത്തനാപുരത്ത് നമ്മൾ കുണ്ടറയിലേക്ക് വരികയാണ്. കുണ്ടറയും